ജൂൺ മാസത്തിലെ പതിവ് മഴക്കാലം. ഹാഷനന്ദ എന്ന 14 വയസ്സുകാരി ആത്മഹത്യ ചെയ്യുന്നു. We're looking at the rising number of suicide cases among students. Student suicides, India's undeclared emergency. പഠനത്തിൽ പിന്നോട്ടെന്ന് പറഞ്ഞ് അധ്യാപകരിൽ നിന്നുണ്ടായ പെരുമാറ്റം ആ 14 വയസ്സുകാരിയുടെ ജീവനെടുത്തു. പാലക്കാട് കൃഷ്ണപുരത്ത് നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല. നമ്മുടെ നാട്ടിൽ ഈ വർഷം മാത്രം നടക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ നിരക്ക് ഞെട്ടിക്കുന്നതാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പഠിച്ചെല്ലാം മറന്നുപോകുന്നു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത +2 വിദ്യാർത്ഥി ദർശൻ, സ്കൂളിലെ മൃഗീയമായ റാഗിങ്ങിനെ തുടർന്ന് ജീവഹത്യ ചെയ്ത മെഹിർ അഹമ്മദ്, സ്കൂട്ടർ പഠിക്കവേ അതിൽ നിന്ന് മറഞ്ഞു വീണതുകൊണ്ട് കൂട്ടുകാർ കളിയാക്കിയെന്ന് പറഞ്ഞ് ഇടുക്കിയിലെ 9ാം ക്ലാസ്സുകാരി +1 വിദ്യാർത്ഥി ബെൻസൺ അബ്രഹാം, സ്കൂളിലെ ക്ലർക്കുമായുള്ള തർക്കത്തെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥി ചൈതന്യ ഹോസ്റ്റലിലെ വാർഡനുമായുള്ള തർക്കത്തെ തുടർന്ന് ആത്മഹത്യാ ശ്രമത്തിനൊടുവിൽ മരണപ്പെടുന്നു. ഇതാ ഇപ്പോൾ കുറച്ചു മുൻപ് MSW വിദ്യാർത്ഥി. അങ്ങനെ പോകുന്നു ഈ വർഷത്തെ മാത്രം ആത്മഹത്യ നിരക്കുകൾ. 2025 പകുതി പോലും ആയിട്ടില്ല എന്ന് ഓർക്കുക. ഇവിടെ 10ാം ക്ലാസ്സിന്റെ +2ന്റെ റിസൾട്ട് വന്നാൽ ഒരു ആത്മഹത്യ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാം. നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നത് പലപ്പോഴും അവർക്ക് കടുത്ത മാനസിക സംഘർഷത്തിന് ഇടയാവുന്നതായിരിക്കാം. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഈ ആത്മഹത്യയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു പ്രസ്താവനയാണ്, പണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഈ കുട്ടികളും അധ്യാപകന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് അവർ ആത്മഹത്യ ചെയ്തോ എന്ന്. ഈ ഒരു യാഥാസ്ഥിതിക ചോദ്യത്തിന് നമുക്ക് 2 രീതിയിൽ ഉത്തരം കണ്ടെത്താം. ദേശീയ ദാരിദ്ര്യ രേഖ നോക്കുമ്പോൾ നമ്മുടെ കേരളം എത്രയോ പിന്നിലാണ്. അതായത് ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിക്കും പ്രാഥമികപരമായിട്ടും അടിസ്ഥാനപരമായിട്ടും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാം എത്രയോ മുന്നിലാണ്. ഓരോ ദിവസവും ജീവിക്കാനുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ മറ്റു പ്രശ്നങ്ങളല്ലാതായി മാറുന്നു എന്നാണ് മറ്റൊരു സത്യം. ഇന്ത്യയിൽ 15 മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രധാന മരണ കാരണം ആത്മഹത്യയാണ്. മറ്റു അസുഖങ്ങളോ രോഗങ്ങളോ ഒന്നുമല്ല. സ്കൂളിലായാലും വീട്ടിലായാലും ഒരു പ്രഷർ കുക്കറിന്റെ അകത്തുള്ള അവസ്ഥയാണ് ഇപ്പോൾ കുട്ടികൾക്ക്. ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു കടക്കാനും വയ്യ, തങ്ങളെ മനസ്സിലാക്കുന്ന ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാനും വയ്യ. ഒരു രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ ഓരോ സെക്ടറിലും ജനങ്ങൾ വേണം. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു കൂട്ടം അധ്യാപകരും രക്ഷിതാക്കളും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഒരു പ്രത്യേക തരം ജോലിയെ മഹത്വമുള്ളതായും മറ്റു ചിലതിനെ മോശമായും ചിത്രീകരിക്കുന്നു. കുട്ടികളെ തള്ളിവിടുന്നു. പലരും ഈ ഓട്ടപ്പാച്ചലിൽ മാഞ്ഞുപോകുന്നു. 95.5%, 95.6%, 95.7%. इससे कम तो गाली के बराबर है. 10-13 ലക്ഷം കുട്ടികൾ വർഷം എത്തുന്ന ഒരു JEE പോലുള്ള കോമ്പറ്റീഷൻ എക്സാമിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനായ IIT-യിലൊക്കെ എത്തുന്നതാകട്ടെ 100ൽ 1 ഭാഗം കുട്ടികൾ മാത്രം. ഹൈപ്പോത്തറ്റിക്കലി ഇങ്ങനെ ആലോചിക്കുക, ഒരു 100 പേർ അടങ്ങുന്ന ഒരു ഓട്ട മത്സരം വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ജയിക്കുന്നതാകട്ടെ ആദ്യത്തെ ഒരാൾ മാത്രം. ബാക്കി 99 കുട്ടികളും പരാജയപ്പെടുന്നു. ഈ പരാജയപ്പെടുന്ന ഈ 99 ഭാഗം കുട്ടികളുടെ മാനസികാവസ്ഥ ആലോചിക്കുക. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ചോദ്യങ്ങൾ, വർഷങ്ങൾ കളയുന്നല്ലോ എന്നുള്ള മാനസിക സംഘർഷം. ഈ UPSC പോലുള്ള ഒരു പരീക്ഷയിലാകട്ടെ ഈ 100ൽ 1 എന്നുള്ളത് 1000ൽ 1 മാറും. അതായത് 700-800 മാത്രമുള്ള വേക്കൻസിയിൽ മത്സരിക്കുന്നതാകട്ടെ 10-13 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. ഇതിലൊക്കെ ഉപരി പേടിയാണ്. പുതിയൊരു കാര്യം ചെയ്യാനുള്ള പേടി, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി, തോൽക്കുമോ എന്നുള്ള പേടി. ഒരു പരിധിവരെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹം നമ്മൾ അങ്ങനെ ആക്കി തീർക്കുന്നു എന്നതാണ് സത്യം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, അവസാനം ദുഃഖിക്കരുത് എന്നൊക്കെയുള്ള മനോഭാവത്തോടെ നമ്മൾ കുട്ടികളെ കണ്ടാൽ എങ്ങനെയാണ് ശരിയാവുക? ഇന്ന് വിദ്യാഭ്യാസം ജോലി നേടാനുള്ള ഒരു മാർഗം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് തന്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തന മേഖല എത്തുക എന്നത് മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമ്മൾ ഇന്ന് ആരൊക്കെയാലും നയിക്കപ്പെടുകയാണ്. ഇതൊന്നും ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ നാളെ പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ മാത്രം ചർച്ചയാകുന്നു, പിന്നെ അതിന്റെ ന്യൂസ് വാല്യൂ കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കുന്നു. ഇതൊക്കെ നിങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുറെ പ്രാവശ്യം എടുത്തിട്ടാണ് ഒന്ന് റെഡിയായി വന്നത്. കുറെ കുറവുകളെല്ലാം കാണും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളെ കുട്ടികൾക്ക് എന്താണ് പറ്റുന്നത്?